ഹായ് എവ്രി വൺ, വെൽക്കം ഓൾ. ഇന്ന് ഞാൻ ഒരു പുതിയ ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഹാവ് യു ഗോട്ട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം എന്നാണ് നോക്കുന്നത് കേട്ടോ. എന്താണ് ഹാവ് യു ഗോട്ട്? ഹാവ് യു ഗോട്ട് എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് ഉണ്ടോ എന്നാണ് അർത്ഥം. നിനക്കുണ്ടോ? നിനക്കൊരു കാറുണ്ടോ? നിനക്കൊരു പേനയുണ്ടോ? ഇതൊക്കെ നമുക്ക് ഹാവ് യു ഗോട്ട് വെച്ചിട്ടും ഇംഗ്ലീഷിൽ ഒരു യൂസേജ് ഉണ്ട്. അതെങ്ങനെയാ? നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു ഒരു പ്രയോഗമാണ് എന്ത് ഹാവ് യു ഗോട്ട്. ഓക്കെ, അപ്പോൾ നിനക്ക് ഒരു ഐഡിയ ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. ഹാവ് യു ഗോട്ട് എനി ഐഡിയ? ഹാവ് യു ഗോട്ട് എനി ഐഡിയ എന്ന് ചോദിക്കാം. നിന്റെ കയ്യിലൊരു പേനയുണ്ടോ? ഹാവ് യു ഗോട്ട് എ പെൻ? ഹാവ് യു ഗോട്ട് എ പെൻ? നിന്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടോ? ഹാവ് യു ഗോട്ട് എ ബുക്ക്? ഹാവ് യു ഗോട്ട് എ ബുക്ക്? നിനക്കൊരു കാറുണ്ടോ? ഹാവ് യു ഗോട്ട് എ കാർ? ഹാവ് യു ഗോട്ട് എ കാർ? രവിക്ക് ബ്രദേഴ്സ് ഉണ്ടോ? ഹാസ് രവി ഗോട്ട് ബ്രദേഴ്സ്? ഇവിടെ എന്താ ഹാസ് വെക്കാൻ കാരണം? രവി സിംഗുലർ ആണ്. പ്ലൂറലിന്റെ കൂടെ നമ്മൾ ഹാവ് വെച്ചു അല്ലേ? അപ്പോൾ ടെൻസും ഗ്രാമറൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കാണാം. ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം രവിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? രവിക്ക് ബ്രദേഴ്സ് ഉണ്ടോ ഒക്കെ എങ്ങനെ ചോദിക്കും? ഹാസ് രവി ഗോട്ട് സിസ്റ്റേഴ്സ്? ഹാസ് രവി ഗോട്ട് ബ്രദേഴ്സ്? ഓക്കെ, ദെൻ നിനക്കിപ്പോൾ സമയമുണ്ടോ? ഹാവ് യു ഗോട്ട് ടൈം റൈറ്റ് നൗ? ഹാവ് യു ഗോട്ട് ടൈം റൈറ്റ് നൗ എന്ന് ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻ രൂപത്തിലല്ലാതെ നമുക്കിത് സെന്റൻസ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. അപ്പൊ എങ്ങനെ പറയും? നമ്മൾ എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് ഗോട്ട് എ കാർ. ഐ ഹാവ് ഗോട്ട് എ കാർ എന്ന് പറയാം. ദെൻ എനിക്ക് ഒരു പേനയുണ്ട്, ഐ ഹാവ് ഗോട്ട് എ പെൻ. ഐ ഹാവ് ഗോട്ട് എ പെൻ. എനിക്കിപ്പോൾ സമയമുണ്ട്, ഐ ഹാവ് ഗോട്ട്